ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു പൈനാപ്പിൾ കേസരി. നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ പൈനാപ്പിൾ കേസരി ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു 4 മണി പലഹാരമായിട്ടും ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ ഒരു ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി സാധനമാണ് പൈനാപ്പിൾ കേസരി. ഇന്ന് നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ? പൈനാപ്പിൾ കേസരി തയ്യാറാക്കാനായി നമ്മൾ 250 ഗ്രാം പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 250 ഗ്രാം റവ എടുത്ത് വെച്ചിട്ടുണ്ട്. 50 ഗ്രാം കിസ്മിസും 50 ഗ്രാം കാഷ്നട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. എള്ള് എടുത്തിട്ടുണ്ട്. വൈറ്റ് എള്ളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു 10 ഗ്രാം വൈറ്റ് എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര നമ്മൾ 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 4 ഏലക്ക നമ്മൾ ചതച്ച് ചേർക്കുന്നുണ്ട്. നെയ്യ് വേണം. നെയ്യ് ഒരു 100 ഗ്രാം നെയ്യും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ലേശം ഉപ്പൂടെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ലേശം ഉപ്പും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമ്മൾ പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായതിന് നമ്മൾ കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് കോരി മാറ്റുകയാണ്. നമ്മളിതിലേക്ക് തന്നെ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നു. പൈനാപ്പിൾ ആ നെയ്ക്കകത്ത് കിടന്നൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കേസരിക്ക് മഞ്ഞ കളർ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നെയ്യും പൈനാപ്പിളൂടെ മിക്സ് ചെയ്യുമ്പോൾ ഗീയിലിട്ട് വറക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ റവ എടുത്ത കപ്പിൻ്റെ അളവിന് 2.5 കപ്പ്, 1 കപ്പ് റവ നമ്മൾ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അളന്ന് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. 200 ഗ്രാം പഞ്ചസാര നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നു. അത് ഇട്ട് കൊടുക്കുന്നു. ഒരു പിഞ്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകുന്നതിന് വേണ്ടി. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. പൈനാപ്പിളും വെള്ളമോടെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നു. നല്ല പൊടിച്ച് 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുകയാണ്, വൈറ്റ് എള്ള്. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. റവ നല്ല വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്. വറക്കാത്ത റവയാണെങ്കിൽ വറുത്ത് മാത്രമേ ചേർക്കാവുള്ളൂ. ഇത് വറുത്ത റവയായതുകൊണ്ട് നമ്മൾ വറക്കുന്നില്ല. റവ ചേർത്ത് കൊടുക്കുന്നു. ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അഞ്ച് മിനിറ്റ് ചെറു തീയിലിട്ടിട്ട്, ഏറ്റവും ചെറു തീയിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേസരി വെന്തോ. കേസരി നല്ല വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇനി നമ്മളിത് നെയ്യ് തേച്ച് വെച്ചിരിക്കുന്ന പാത്രമാണ്. ഇതിലോട്ട് നമ്മൾ കേസരി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ എസൻസ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. എസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നാച്ചുറലായിട്ട് നല്ല പൈനാപ്പിളിൻ്റെ ആ ഫ്ലേവറും സ്മെല്ലൊക്കെ നമുക്കിപ്പോൾ വരുന്നുണ്ട്. ഇനി ഇച്ചിരൂടെ ഫ്ലേവറും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്താൽ നല്ലതായിരിക്കും. ഇങ്ങനെ ചെയ്താലും നല്ല കിടിലമാണ്. നമ്മൾ നാച്ചുറലായിട്ട് ചെയ്തുകൊണ്ടാണ് എസൻസ് ചേർക്കാത്തത്. നമ്മളൊരു പ്ലേറ്റിലാക്കി നല്ല കട്ട് ചെയ്ത് നല്ല കേക്ക് പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമുക്കിങ്ങനെ കോരിയിട്ട് വേണം കഴിക്കാം. നമ്മളിതിപ്പോൾ ഒരു നല്ല അടിപൊളി സെറ്റാക്കി ഒരു കേക്ക് പരിവാക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഈ കേസരി ഒന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. പൈനാപ്പിൾ കേസരി എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തിനോട് ചോദിച്ചു നോക്കാം പൈനാപ്പിൾ കേസരി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സൂപ്പർ. ഇതെന്താ കേസരി ഇങ്ങനെ കേക്ക് പോലെ ഇരിക്കുന്നത്?
നമ്മൾ കേക്ക് പോലെ ആക്കിയതാ. സാധാരണ കോരി കഴിക്കുന്നതായിരിക്കും കഴിച്ചിട്ടുള്ളത്. നേരത്തെ കഴിച്ചിട്ട് ടേസ്റ്റ് ഓക്കെ അല്ലേ? പൈനാപ്പിളിന്റെ ഫ്ലേവർ ഒക്കെ ഉള്ളതുകൊണ്ടേ അടിപൊളി. നമ്മൾ ആർട്ടിഫിഷ്യൽ ഒന്നും ചേർത്തിട്ടില്ല, ഒറിജിനൽ പൈനാപ്പിൾ മാത്രം. ബിന്ദു പറഞ്ഞ പോലെ പൈനാപ്പിൾ കേസരി നല്ല അടിപൊളി ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ടിജോ ഫ്രം ഗുഡ് വിൽ പാചകം.